കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ ബാലിയുടെ വെള്ളാട്ടം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇന്ന് ബാലി തെയ്യത്തിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. മേലേരി തട്ടി തെറിപ്പിക്കലാണ് ആദ്യം തന്നെയുള്ള ഇതിൻ്റെ ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. നല്ല ഉയരത്തിൽ നല്ല ദൂരത്തിൽ തട്ടിത്തെറിപ്പിക്കുന്നുണ്ടായിരുന്നു. നട്ടുച്ച വെയിലായിരുന്നു കേട്ടോ. ബാലി തെയ്യം ഇറങ്ങുമ്പോഴത്തേക്കും തിരുമുടി വെച്ചാൽ പിന്നെ തെയ്യമായി. കിരീടത്തിൻ്റെ രൂപമാണ് കേട്ടോ തിരുമുടിക്കുള്ളത്. വാലൊക്കെ വെച്ച് ഭയങ്കര രസമാണ് കേട്ടോ തെയ്യവും കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. രാമായണത്തിലെ ബാലിയുടെ കഥ തന്നെയാണ് ബാലി തെയ്യത്തിൻ്റെ ആവിഷ്കാരത്തിൻ്റെ പിന്നിലുള്ളത്. ബാലി സുഗ്രീവ ഏറ്റുമുട്ടലാണ് തെയ്യത്തിൻ്റെ രൗദ്രഭാവം. വാനരന്മാരുടെ പ്രകൃതവും ഭാവവും ഒക്കെയായിട്ട് തെയ്യത്തിൻ്റെ ചേഷ്ടകൾ കണ്ടിരിക്കാൻ വേണ്ടി ഭയങ്കര രസമാണ്. അതിൻ്റെ കൂട്ടത്തിൽ വാദ്യങ്ങളുടെ അകമ്പടി കൂടി വരുമ്പോൾ ഉണ്ടല്ലോ തെയ്യം അതിമനോഹരമാണ്. ബാലിയുടെ മുഖത്തെഴുത്തിന് ബാലിക്കണ്ണ് അല്ലെങ്കിൽ ഹനുമാൻ കണ്ണ് എന്നാണ് കേട്ടോ പറയുന്നത്. ഒരു കുരങ്ങിൻ്റെ മുഖം പോലെ നമുക്ക് തോന്നും. കുറച്ചും കൂടെ വെള്ളാട്ടത്തിലാണത് ഭംഗിയായിട്ട് തെളിയുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബാലി തെയ്യത്തിൻ്റെ വിശേഷങ്ങൾ. എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.